നമസ്തേ. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ ഉൾപ്പെട്ട മാറഞ്ചേരിയിൽ ഹിന്ദു സമൂഹത്തിന്റെ ഐക്യവും ആത്മീയ ഉണർവും ലക്ഷ്യമാക്കി മാറഞ്ചേരി പഞ്ചായത്ത് ഹിന്ദു ഏകതാ സംഗമം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ കാഞ്ഞിരമുക്ക് ശ്രീ തോന്നിക്കുറുമ്പുകാവ് ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ നടന്നു. പ്രദേശത്തെ വിവിധ ഹിന്ദു സംഘടനകളുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ നടന്ന സംഗമം സമൂഹ ഐക്യത്തിനും സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള വേദിയായി മാറി. 1000-ൽ പരം സനാതന ധർമ്മ വിശ്വാസികളുടെ ഈ സംഗമം മാറഞ്ചേരിയിൽ വലിയൊരു ഹൈന്ദവ മുന്നേറ്റം നടന്നിരിക്കുന്നു എന്നതിന്റെ സാക്ഷ്യപത്രമാണ്. സംഗമത്തിന്റെ തുടക്കത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ലളിത സഹസ്രനാമ ജപത്തോടെയും ദീപപ്രജ്വലനത്തോടെയും കൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത്. Hare Rama, Rama Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama Hare Hare, Hare Krishna, Hare Rama, Rama Rama Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama Hare Hare, Hare Rama, Rama Rama Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Hare Hare, Hare Krishna, Krishna Hare Hare, Hare Rama, Rama Rama Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Rama Hare Hare, Hare Krishna, Krishna Krishna Hare Hare, Hare Rama, Rama Hare Hare, Hare Krishna, Krishna Hare Hare. दीपज्योतिर्नमोऽस्तुते, शुभं करोतु कल्याणम्, आरोग्यं सुखसम्पद, द्वेषबुद्धिविनाशाय आत्मज्योतिर्नमोऽस्तुते. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ വിവിധ സാമൂഹിക ആത്മീയ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. ഹിന്ദു ഏകതാ സംഗമം വൈസ് ചെയർമാനും റിട്ടയർഡ് അധ്യാപകനുമായ ശങ്കരൻ നമ്പൂതിരി സ്വാഗതം പറഞ്ഞ സംഗമത്തിന് വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ ദണ്ഡസ്വാമി സംപൂജ്യ സാധു കൃഷ്ണാനന്ദ സ്വാമികൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഹിന്ദു ഏകതാ സംഗമം ചെയർമാനും റിട്ടയർഡ് അധ്യാപകനുമായ സത്യൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച സംഗമവേദിയിൽ വിജയലക്ഷ്മി വാക്കാട്ട്, നാറാത്തിൽ നാരായണൻ, പരമേശ്വരൻ കാടമ്പറമ്പിൽ തുടങ്ങിയവരുടെ മഹനീയ സാന്നിധ്യത്തിൽ മഹാമാക്ക യജമാനനും ഗുരുവായൂർ സായി സഞ്ജീവനി ട്രസ്റ്റ് മൗനയോഗി ഹരിനാരായണ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണവും രാഷ്ട്രീയ സ്വയം സേവക് സംഘം വിഭാഗ് സേവ പ്രമുഖ് KV രാമൻകുട്ടി മുഖ്യപ്രഭാഷണവും നടത്തി. വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ച സനാതന ധർമ്മ വിശ്വാസികൾക്ക് ആദരവും വേദിയിൽ നൽകി.
ബാലഗോകുലം പൊന്നാനി താലൂക്ക് അധ്യക്ഷ ലിജി പ്രകാശ് നന്ദി പറഞ്ഞ ഹിന്ദു ഏകതാ സംഗമം പൊതുസമ്മേളനത്തിന് ശേഷം മെഗാ തിരുവാതിരയും കൂടാതെ നിരവധി കലാപരിപാടികളും സംഗമവേദിയിൽ അരങ്ങേറി. യുവതലമുറയെ ഹിന്ദു മതത്തിന്റെ ആചാരങ്ങളിലും പാരമ്പര്യങ്ങളിലും കൂടുതൽ പങ്കാളികളാക്കേണ്ടതിന്റെ ആവശ്യകതയും വീടുകളിലും ക്ഷേത്രങ്ങളിലും നടക്കുന്ന പൂജകളും ആചാരങ്ങളും അടുത്ത തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെ ആത്മീയതയും ധാർമ്മിക ബോധവും വളർത്താൻ കഴിയുമെന്ന് ഉദ്ഘാടക പ്രസംഗത്തിൽ വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ ദണ്ഡസ്വാമി സംപൂജ്യ സാധു കൃഷ്ണാനന്ദ സ്വാമികൾ അഭിപ്രായപ്പെട്ടു. കൺമുമ്പിൽ കാണുന്ന പോലെ നമ്മളെ കാണിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ടും അതിനൊന്നും പോയി കാണാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. ഇവിടെ തൊട്ടടുത്ത് എടപ്പാൾ ഗോവിന്ദ തിയേറ്ററിൽ കഴിഞ്ഞ ദിവസം സന്യാസിയായി ഞാൻ പോയി കണ്ട ഒരു സിനിമയുണ്ട്, കേരള സ്റ്റോറി. എത്ര പേര് പോയി? കാണില്ല ഹിന്ദുക്കൾ. അത് കണ്ടു എന്ന് പറഞ്ഞ് കൈപൊക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ല. കൃത്യമായ അനുഭവങ്ങളെ പച്ചയ്ക്ക് വ്യക്തമായി സൂചിപ്പിച്ച ആ ചിത്രമൊക്കെ കാണേണ്ടതല്ലേ നിങ്ങൾ? ഹിന്ദു ആരാണെന്നറിയണം. നമ്മൾ സഹോദരങ്ങളെന്ന് കരുതി ഇപ്പോഴും സ്നേഹിക്കുന്ന അവരൊക്കെ ആരൊക്കെയാണ് എന്ന് എല്ലാവരും പറയില്ല കേട്ടോ. നല്ല ഇസ്ലാമിക സഹോദരങ്ങളുണ്ട്, നല്ല ക്രൈസ്തവ സഹോദരന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്. ഭാരതത്തിൻ്റെ പൈതൃകത്തിന് വേണ്ടി നിലനിന്ന ഒരുപാട് പേർ നമുക്കുണ്ട്, ഇസ്ലാമിക ക്രൈസ്തവ ആളുകൾ. പക്ഷേ അവരെക്കാൾ ഏറെയുള്ളത് ആരാണ് നമ്മൾ തിരിച്ചറിയണം. ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും അന്നദാനം, ധാർമ്മിക പഠന ക്ലാസുകൾ, ഭക്തി സംഗമങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഗ്രാമത്തിലുടനീളം കൂടുതൽ വ്യാപിപ്പിക്കണമെന്നും ഇതുവഴി ഹിന്ദു സമൂഹത്തിൽ ആത്മീയ ഉണർവും ഐക്യബോധവും വർദ്ധിപ്പിക്കാനാകുമെന്നും അനുഗ്രഹ പ്രഭാഷണത്തിൽ മഹാമാക്ക യജമാനനും ഗുരുവായൂർ സായി സഞ്ജീവനി ട്രസ്റ്റ് മൗനയോഗി ഹരിനാരായണ സ്വാമികൾ അഭിപ്രായപ്പെട്ടു. ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. ഈ ഭാരതം, നമ്മളൊക്കെ സനാതന ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഈ വിവര സാങ്കേതിക വിദ്യകളൊക്കെ വിരൽത്തുമ്പിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സനാതന ധർമ്മം എന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകള് ബ്രാഹ്മണിക്കൽ ഹെജിമണി, നമ്പൂതിരി സംബന്ധം, അല്ലെ? അങ്ങനെ 100 കൂട്ടം വാക്കുകളാണ് നമ്മുടെ അതിന്റെ അടിയിൽ കമന്റുകളായിട്ട് വരിക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ ഒട്ടേറെ അപജയത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ അതിനെ നവീകരിച്ച് പുതുക്കി നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അതാത് സമയത്ത് ഭഗവാൻ ഗുരുക്കന്മാരിലൂടെ അവതരിച്ചിട്ടുണ്ട്. അത് ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ചട്ടമ്പി സ്വാമികളാണെങ്കിലും ശുഭാനന്ദ സ്വാമികളാണെങ്കിലും തുടങ്ങി മാതാ അമൃതാനന്ദമയി മുതലേ സത്യസായി ബാബ വരെയുള്ള അത്തരം അനവധിയായിട്ടുള്ള ഗുരുക്കന്മാരിലൂടെ ഈ സനാതന ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത് ധൈര്യപൂർവം നമ്മൾ ഇതിന്റെ വക്താക്കളാണ് എന്ന് മനസ്സിലാക്കലും ഈ സനാതന ധർമ്മത്തെ അടുത്ത തലമുറയിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കലുമാണ്. ഹിന്ദു സമൂഹം ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ ഐക്യത്തോടെ മുന്നോട്ടു പോകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സമൂഹത്തിന്റെ ആത്മീയ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിലൂടെ മാത്രമേ സാംസ്കാരിക പാരമ്പര്യവും ധാർമ്മിക മൂല്യങ്ങളും സംരക്ഷിക്കാനാകൂ എന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘം വിഭാഗ സേവ പ്രമുഖ് KV രാമൻകുട്ടി മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. ഇവിടെ ഹിന്ദുത്വം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരെയും സ്നേഹിക്കാനും നെഞ്ചോട് ചേർത്ത് പിടിക്കാനും അവർക്ക് ആരാധനാലയങ്ങൾ പണിഞ്ഞു കൊടുക്കാനും സ്വന്തം സഹോദരിമാരെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാനും ഒക്കെ നമ്മുടെ നാടിനെ സാധിച്ചത് ഹിന്ദുത്വം ഭാരതത്തിന്റെ ആത്മാവാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവണം. കാരണം ഹിന്ദുത്വമാണ് ഈ ഭാരതത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത്. ഓരോ രാഷ്ട്രങ്ങൾക്കും
അതിന്റെ പ്രാണനായിട്ടുള്ള ആത്മാവ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഭാരതത്തിന്റെ ആത്മാവ് അത് ഹിന്ദുത്വമാണ്. ഹിന്ദുത്വം മറ്റ് സെമിറ്റിക് മതങ്ങളിൽ നിന്ന് ഹിന്ദുത്വത്തെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കണം. മതങ്ങളെല്ലാം അനുസരിക്കാനും അനുസരിപ്പിക്കാനും വേണ്ടിയാണ് ലോകത്ത് നിലനിൽക്കുന്നത്. എല്ലാ മതങ്ങളും പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബലാത്കാരമായി മതത്തെ മറ്റുള്ളവരിൽ അനുസരിപ്പിക്കുക എന്നുള്ളതാണ് മതങ്ങൾ പറയുന്നത്. പക്ഷെ നമ്മുടെ സംസ്കാരം പറയുന്നതല്ല. സംസ്കാരത്തിന്റെ അടിസ്ഥാനം, നമ്മുടെ ഹിന്ദു സംസ്കാരത്തിന്റെ അടിസ്ഥാനം തപസ്സാണ്. തപസ്സിലൂടെ കണ്ടെത്തിയ പരമമായ സത്യമാണ്, തപസ്സിലൂടെ കണ്ടെത്തിയതാണ് വേദങ്ങൾ. അനേകായിരം ഋഷിമുനിമാർ, സന്യാസിവര്യന്മാർ, മഹായോഗികൾ അന്വേഷിച്ചു. സ്വതന്ത്രമായി, സർവതന്ത്ര സ്വതന്ത്രമായി അവർ അന്വേഷിച്ചു. ഞാൻ ആര് എന്നെ അവർ അന്വേഷിച്ചു. അന്വേഷണത്തിലൂടെയാണ് സത്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുക. ഏതെങ്കിലും ഒരു മതക്കാരൻ അവൻ പറയുന്നതിന് യുക്തിസഹമല്ലാത്ത എന്തെങ്കിലും ഒരു ചോദ്യം ആ മതക്കാരനോട് നമ്മൾ ചോദിച്ചാൽ അവനത് അംഗീകരിക്കില്ല. 5 നേരം നമസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത്ര വേണ്ട എന്ന് പറഞ്ഞ ചേകന്നൂർ മൗലവിയുടെ ആ ചിന്തകൾ ഉയരുന്ന നാടാണ് നമ്മുടെ ഈ പൊന്നാനിയും ചേകന്നൂരും ഒക്കെ അടുത്തടുത്താണ്. അപ്പൊ ആ മതങ്ങളിലൊന്നും അന്വേഷണത്തിന് സ്ഥാനമില്ല, ഒരു സെമിറ്റിക് മതങ്ങളിലും. പക്ഷെ നമ്മുടെ ഭാരതത്തിന്റെ ആത്മാവായിട്ടുള്ള ഹിന്ദുത്വം നിരന്തരമായ സർവതന്ത്ര സ്വതന്ത്രമായ തപസ്സിലൂടെ അവൻ കണ്ടെത്തി ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ബ്രഹ്മം എന്നവൻ കണ്ടെത്തി. സംഗമത്തിന്റെ ഭാഗമായി നിരവധി സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. ഭക്തിഗാനങ്ങൾ, നൃത്താവിഷ്കാരങ്ങൾ, ധാർമ്മിക സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന അവതരണങ്ങൾ എന്നിവ പങ്കെടുത്തവർക്ക് ആത്മീയാനുഭവമായി മാറി. നിരവധി കുടുംബങ്ങളും യുവാക്കളും കുട്ടികളും വലിയ ആവേശത്തോടെയാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും പരസ്പരം സഹകരിച്ച് ഹിന്ദു സംസ്കാരവും ആചാരങ്ങളും സംരക്ഷിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും സമ്മേളനത്തിൽ നിന്ന് ഉയർന്ന പ്രധാന സന്ദേശമായി. സമൂഹത്തിൽ ഐക്യം നിലനിൽക്കുമ്പോഴേ ധാർമ്മിക മൂല്യങ്ങളും സംസ്കാരവും ശക്തമായി നിലകൊള്ളുകയുള്ളൂ എന്ന അഭിപ്രായമാണ് പ്രസംഗകർ സനാതന ധർമ്മവിശ്വാസികളോട് പങ്കുവച്ചത്. ഹിന്ദു സംസ്കാരവും സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങളും സംരക്ഷിക്കാനും സമൂഹ ഐക്യം കൂടുതൽ ശക്തമാക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇത്തരം പരിപാടികൾ ഭാവിയിലും കൂടുതൽ ശക്തമായി സംഘടിപ്പിക്കുമെന്ന് വിവിധ ഹൈന്ദവ സംഘടനാ കാര്യകർത്താക്കൾ അറിയിച്ചു. സംഗമത്തിൽ മുഴുവൻ സമയവും സേവാഭാരതി മാറഞ്ചേരി യൂണിറ്റിന്റെ ലഘു ഭക്ഷണ വിതരണവും ക്ഷേത്ര മൈതാനിയിൽ സജ്ജമാക്കിയിരുന്നു.